നല്ല ചൂടല്ലേ, കുറച്ച് വെള്ളം തണുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പീസറിൽ വെച്ചതാണ്. പീസറിൽ വെച്ചിട്ട് നോക്കുമ്പോൾ പീസർ തണുപ്പില്ല. പീസർ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടൊന്നും തണുപ്പില്ല. ഇത് ഞാൻ കുറച്ചായ ഓണാക്കാത്ത പക്ഷേ ഇത് വെള്ളമൊന്നും തണുത്തിക്കില്ല. ഞാൻ അങ്ങനെ തന്നെ എന്താക്കി, ഇതിൻ്റെ ബാക്കിൽ ഫാന് വരുന്നിടത്തിൽ കച്ചറ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രഷ് എടുത്തിട്ട് നല്ല പൊടി തുടച്ചതാണ്. അപ്പോൾ എന്തായി, ഫാനിൻ്റെ ഇത് പൊട്ടിങ്ങ് പോന്ന് വെറും എന്തായിപ്പോയി, ദ്രവിച്ചു പോയി. അപ്പോൾ ഇത് ഇനി കഴിച്ചെടുക്കണം. ഇത് കഴിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു പുതിയ ഫാന് വാങ്ങിയിട്ട് ഞാൻ തന്നെ ഫിറ്റാക്കി നോക്കട്ടെ. അപ്പോൾ ഇത് ഒരു പരീക്ഷണമാണല്ലോ. ഫുള്ള് ദ്രവിച്ചു പോയി. ഇത് ആ സാധനം ഈ ഫാനിന് കഴിച്ചെടുത്തിട്ട് എന്താക്കണം, ഈ പൊടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫാനിൻ്റെ ലീഫ് പൊട്ടിയും പോകുന്നു ഇവിടുന്ന്. അപ്പോൾ ഇനി അത് മാറ്റണം. ഇതിൻ്റെ വേക്കിൽ എന്താക്കണം, ഇതുപോലെ ഫുള്ള് പൊടിയും പോരും. ഇതുപോലെ ഈ പൊടി പിടിച്ച് നിന്നുകൊണ്ട് എന്തായിപ്പോയി, ഇനി കാറ്റ് പുറത്തേക്ക് തള്ളുവാനാകുന്നില്ല. അപ്പം തണുപ്പ് കുറഞ്ഞു. അപ്പം ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിത് കഴിച്ചിങ്ങെടുക്കണം. ഇത് ഗ്യാസെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പം. ഒന്ന് മേലെ വേദനയാണ്ട് കഴിച്ചെടുക്കണം. അതാ എൻ്റെ പരിപാടി. ചെറിയ ഞട്ടായതുകൊണ്ട് കുറച്ച് പണിയാണ്. ഇത് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് ഇത് അറിയുന്നവർക്ക് എളുപ്പമോ, ഇത് അറിയാത്തവർക്ക് കടുപ്പോ. ചെറുങ്ങനെ ലൂസായിട്ടുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന്. അപ്പം ഞാനിത് കഴിച്ചെടുത്ത് ഇത് ഞാൻ കുറച്ച് നേരം ഓണാക്കിയിട്ടുണ്ട്. ചൂടുണ്ട്. മേലോട്ട് വന്നേരം ഇങ്ങ് പോരുന്നില്ല. ചൂടുണ്ട്. ഈ പൈപ്പിന് എന്തുണ്ട്, ചൂടുണ്ട്. അപ്പം അത് മേലെ ഈ തോൽ തട്ടിയാൽ പൊള്ളി. ഇങ്ങനെ തട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ തട്ടാണ്ട് മെല്ലെ കഴിച്ചെടുക്കണം. ഈ അടി പിടിക്കാണ്ട് കഴിച്ചാൽ കിട്ടില്ല. ഈ ഇപ്പത്തെ കഴിട്ടാൽ മേലോട്ട് ടൈറ്റാക്കി കഴിഞ്ഞ് വരുന്നുണ്ട്. അയവാ കഴിച്ചെടുത്ത് ഈ ചെറിയ സ്ക്രൂവാ. ഇത് നമുക്ക് വന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നാൽ, പുതിയത് വാങ്ങിയിട്ട് വന്നാൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് വേണം. അപ്പോൾ ഞാൻ എന്താക്കട്ടെ, ഫാന് കഴിച്ചെടുക്കണം. ഫാന് നല്ല ചൂടുണ്ട്. ഈ ഫാന് കഴിച്ചെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാലോ. നമ്പർ അറിയണമെങ്കിൽ ഇത് കഴിച്ചെടുത്താലേ പറ്റും. അപ്പോൾ ഈ വയറ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യേണ്ടി വരും. വയറ് കട്ട് ചെയ്ത് ഫാന് കഴിച്ചെടുത്ത് ഇനിയിപ്പോൾ ഇത് പുതിയ വാങ്ങിയിട്ട് ഉണ്ടാക്കുക. ഞങ്ങൾ കാണില്ല, ഇത് പുതിയ വാങ്ങിയിട്ട് ഈ ലീഫ് ഇനി എന്തായാലും ഇത് പോയിക്ക്. നല്ല ചൂടുമുണ്ട്. ഇതിൻ്റെ എന്തായിപ്പോയി, ദ്രവിച്ചു പോയി. അതുകൊണ്ട് ഇത് തിരിയാത്തതുകൊണ്ട് എന്തായിപ്പോയെ, തണുക്കാണ്ടായിപ്പോയി. അപ്പോൾ ഇത് പുതിയത് വാങ്ങിയിട്ട് നാളെ ഫിറ്റാക്കുന്ന വീഡിയോ നാളെ വരും. അങ്ങനെ മക്കളെ, നമ്മളെ മിഷ്യൻ, നമ്മളെ ഫാനിൻ്റെ ലീഫ് പൊട്ടി പുതിയ വാങ്ങി, ഇത് വാങ്ങി പുതിയത്. നമ്മളെ പഴയത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഇപ്പോൾ പഴയത് നമ്മൾ കച്ചറയിലേക്ക് ചാടി. അപ്പോൾ ഇനി ഇത് ഫിറ്റാക്കണം. അതാണ് പരിപാടി. ഇനി ഇത് ഫിറ്റാക്കണം. ഇതിന് ഈ സാധനം നമുക്ക് ഇവിടത്തേക്ക് ഫിറ്റിങ് ചെയ്യണം. ഇതുപോലെ ഫിറ്റ് ചെയ്യും. പിന്നെ ഫാന് ഇവിടെ ഫിറ്റ് ചെയ്യും. അതിനുള്ള ടൂൾസുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
എല്ലാം നമ്മളെത്തുണ്ട് സാധനങ്ങളെല്ലാം എല്ലാ സംവിധാനവും നമ്മളെത്തുണ്ട്. ഇതിൻ്റെ ചെറിയ സ്പാനറുണ്ട്, ഫയലിന് എടുക്കട്ടെ, ഒരു മിനിറ്റ്. അത് നോക്കിയാടുന്നിട്ട് കാണുന്നില്ല. ചെറിയ സ്പാനർ നമുക്ക് ഇത് മതി. ഇത് തന്നെയാണ് പുലി. നല്ല ടൈറ്റാണല്ലേ, ഇങ്ങനെ തിരിച്ചോളട്ടെ. അയവ ഇപ്പം കഴിഞ്ഞ്. ഇതിന് വാഷറൊന്നും കാണുന്നില്ല. വാഷറൊന്നും കാണുന്നില്ല. ചെറിയൊരു വാഷറായിരുന്നുള്ളൂ. വാഷറൊന്നും വേണമെന്നില്ല. ഇപ്പം വാഷറുണ്ടായിട്ട് വാഷർ വേണോ വേണ്ടയോ എന്ന് നോക്കണമെങ്കിൽ ഇത് വെച്ചാൽ മതി. ഇപ്പം വാഷർ നമുക്ക് ഈ ചെറിയൊരു വാഷർ ഉണ്ടായി എടുത്താൽ വാഷർ ഇല്ലാണ്ട് സംഭവം ഓക്കെ ആവില്ല. അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ച് എങ്ങനെ സംരംഭവും ഈ വാഷർ ഇതിനിടുക. ഒരു ഈച്ച ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, സമ്മതിക്കൂലായി. അപ്പോൾ ഇത് ടൈറ്റാക്കാം. ഇത് ടൈറ്റാക്കാൻ വേണ്ടി ഇതിനെ കൊണ്ടൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ ഐഡിയ സ്പാനർ നമ്മളത് ചെറുതായി പോയതുകൊണ്ട് ഐഡിയ ഇതിങ്ങനെ തിരിക്കുക. ഇതിങ്ങോട്ട് തിരിക്കുക. ഇതിങ്ങനെ വെക്കുക, ഇങ്ങനെ തിരിക്കുക. കുത്തനെ വെച്ചാൽ മതി. ഇങ്ങനെ എന്തായാലും നമുക്ക് തിരിക്കാനാവില്ല. കുറച്ചിച്ച എന്താക്കുക, മുറുക്കിക്കൊണ്ടുവരും. അതാണ് നമ്മളെ പരിപാടി. ഇങ്ങനെ കുറച്ചിച്ച ഇപ്പോൾ ടൈറ്റായി സൂപ്പറായി. ഇനി ഏതാടി ഇത് സ്റ്റാർ വെച്ചിട്ട് ഇത് കഴിച്ചെടുക്കുക. ഇതിങ്ങടിച്ച് ഇത് ഫാനിൽ വീശാൻ പോവുക. ഫാൻ ഇങ്ങനെയാണ് കറങ്ങുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫാന് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ ഈ തുളയിൽ വന്ന് വീഴണം. 4 തുളയും കറക്റ്റായിട്ട് പോവുക. കറക്റ്റായിട്ട് വീണതിന് ശേഷം ഇങ്ങനെ ഇത് വെച്ചിട്ട് എന്താക്കുക, ടൈറ്റായി കൊടുക്കും. ഓക്കെ, തണ്ടടാ. അപ്പോൾ നമ്മൾ പുതിയ പരിപാടിയിലേക്ക് നീങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ കഴിച്ച് വെച്ച 2 വാഷർ, നമ്മളെ സ്ക്രൂ, എല്ലാ സംവിധാനം താത്തിയൊക്കെ വയറ് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വയറ് ഇവിടെ എന്താക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ അതിൻ്റെ ടേപ്പ് കിട്ടണം. അതിന് ടെസ്റ്റർ വരുന്നത് എല്ലാ സംവിധാനം നമ്മളെത്തുണ്ട്. ചില ആൾക്കാർ ഇതിനെ കൊണ്ട് കട്ട് ചെയ്ത് ബലിക്കുന്ന അറിഞ്ഞൂടേക്കും. ഞാൻ എന്താക്കുന്ന ഞാൻ എങ്ങാക്കും.
അങ്ങനെയുണ്ട്. നമുക്ക് പ്ലെയർ ആയാലും വലിയ പ്ലെയർ ആയത്. അപ്പോൾ ഈനാക്കാട്ടും ഭയങ്കര കട്ടിങ് പ്ലെയർ ആയത് അന്നേരമായിട്ട് എന്നോട് കളി. അപ്പോൾ എല്ലാം റെഡിയായി. ഇതെല്ലാം നമ്മളെ മുതലാളി പഠിപ്പിച്ചല്ല, PK നാസർ. എല്ലാ ഇക്കുമത്തും ഉണ്ട്. അപ്പോൾ നോക്കി നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കൺഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പരാജയം വിജയം എല്ലാം എത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുത്തു നോക്കാം. ഇത് ചാലു ആയാൽ വേറെ പണിയൊന്നുമില്ല. ഒരു ചങ്ങായി പിന്നെ വാച്ച് വാങ്ങിയിട്ട് കോമഡി ഉണ്ട. വാച്ച് വാങ്ങിയിട്ട് കുത്തി പൊട്ടിച്ച് പിന്നെ വാച്ച് തിരിച്ചും എടുക്കുവാനാണല്ലേ, ടവലിനകത്ത് വെച്ച് കുത്തി പൊട്ടിച്ചിട്ട് രണ്ടാമത് എൻ്റെ വാച്ച് എടുത്തുന്ന് വെച്ച് കൊടുത്തേങ്ങ. നമ്മൾ ചുറ്റുവട്ടത്തിലുള്ളവരാരെങ്കിലും എത്ര വാച്ചോട്ടേന്നറിയും. അപ്പോൾ വാച്ചങ്ങ് കൊടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുവാനാകുന്നില്ല. എൻ്റെ വാച്ച് എടുത്തു, അത് പൊട്ടിക്കഴിഞ്ഞു തന്നെ. അല്ല, വാച്ച് പൊട്ടിച്ചാൽ തിരിച്ചിങ്ങ് തരൂലേ ചേച്ചി. അത് വലിയ വലിയ മാജിക്കാറല്ല, ഞാൻ പഠിക്കുന്നല്ലേ ഉള്ളൂ. അതുപോലെയാ ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്നതാണല്ലോ. എനിക്കിപ്പം പേടി അതല്ല, ഈ പേന് തല തിരിഞ്ഞ് കഴിക്കുമോ എന്നൊരു സംശയം. അങ്ങനെ ഇഭാഗമോ അടിഭാഗമോ ഇങ്ങനെ അയ്യൊരു വിഷയമാണ്. ഇതിപ്പോൾ കൊടുത്തു നോക്കിയാൽ നമുക്ക് സംഗതി തിരിയും. ഇപ്പം തന്നെ ഞാൻ കറക്കിയിട്ടാണ് എന്താക്കും, ഉള്ളിലേക്ക് സ്ക്രൂ ചെയ്യാൻ കാറ്റും. ഇവിടുന്ന് ഒന്ന് കറക്കിയിട്ട് ഉള്ളിൽ സ്ക്രൂ ചെയ്യാം. കാരണം ഉള്ളിൽ ഫിറ്റാക്കി പിന്നെയും കഴിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ എങ്ങോട്ടാ കാറ്റ് വരുന്നത് നോക്കും. നല്ലോണം അങ്ങോട്ടിച്ചാവട്ടെ. ഇനിയിപ്പം കറണ്ടിൻ്റെ ഇതുകൊണ്ട് വയറേടെയും തട്ടിയിട്ട് എല്ലാ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ബംഗാളി. ഓലായി തണുപ്പിച്ച് വെള്ളം കുടിച്ചാൽ ഇതിൽ സാധനം കൊണ്ടാക്കണ്ടില്ല. വണ്ടി തന്നെ മീൻ ഇറച്ചി ഇതെല്ലാം കൊണ്ടാക്കാനാ. ഒരു ഇടയ്ക്കിടയ്ക്ക് വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വിസിയിൽ കൊണ്ടാക്കും. അന്നേരം ചെറിയൊരു കാൻസറിലും കൊടുത്തേക്ക് പൊന്തിക്കും. അപ്പോൾ നമ്മളിനി ഇതൊന്നാടെ കുത്തി വെക്കട്ടെ. ഇതിൻ്റെ ലൈന് കൊണ്ടുപോയിട്ട് കുത്തി വെച്ചാൽ വീടുന്നൊരു പടക്കലുണ്ട്. പഠിച്ച് കമ്പിത്തിരി കളിക്കുമ്പോൾ ഒട്ടാകെ വേണ്ട. അതിനെന്താക്കുക, വാങ്ങി കൊടുക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ലൈന വെച്ചാൽ പാച്ചം പാലിട. അതാണ് റിയാസ്. അപ്പോൾ നമ്മളെന്താക്കുന്നു, ഇതൊന്ന് കുത്തി നോക്കട്ടെ. നോക്കിക്കോളെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റൂല. വാവ്, സൂപ്പർ. ഫാന് ഇറങ്ങി, സൗണ്ട് വന്ന്, എല്ലാം സംവിധാനം സൂപ്പറായി. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. ഞാനെന്താക്കട്ടെ, ഫിറ്റാക്കട്ടെ. എല്ലാം റെഡി തന്നെയാണ്. ഈ ഉള്ളു ഭാഗം കറക്റ്റാക്കി ഫിറ്റാക്കി എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി എന്ന സംഭവം എന്ന് വെച്ചാൽ കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയെന്ന് വെച്ചാൽ നമ്മളെ വാഷറൊക്കെ ഈ വാഷർ വെച്ചിട്ട് എന്താക്കണം, ഉള്ളെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യണം. അതിന് നമ്മളത് വണ്ടീൻ്റെ ഒരു മക്കീനുണ്ട്, ഡെന 3 അതിൻ്റെ പേര്. കാണാത്തൊരു ഈ വണ്ടീൻ്റെ മക്കീൻ എന്താക്കുക, ശേഷത്തെല്ലാം പൊന്തിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടവെക്കുക. എന്തിനാന്ന് വെച്ചാൽ സ്ക്രൂ മര്യാദയ്ക്ക് എന്താക്കുക, ഉള്ളൊന്ന് പിടിക്കുക. വെച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി ഉണ്ട്. മൂടി ഇടുന്നതിൻ്റെ മുന്നേ ഫാനൊന്ന് കലക്കനാണ്. ഒന്നും കൂടി ഒന്ന് കറക്കി വെക്കട്ടെ.
അപ്പോൾ ഓക്കെ, സൗണ്ട് വന്ന്, കാറ്റ് വന്ന്, റെഡി, എല്ലാം ഓക്കെ, വർക്കിംഗ്. ഇനിയിപ്പോൾ ഇത് ഫിറ്റാക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. രണ്ട് സ്ക്രൂ ഉണ്ട്. ഇപ്പം ഇങ്ങനെ പതിയാവില്ല. ഇതാ സൗണ്ട് വന്നില്ല മോനെ? സൗണ്ടാക്കുകയാണ്. എന്താണ് ഈ അടിയിലെല്ലാം ഭയങ്കര തണുപ്പ്. ഇതിൻ്റെ അടിയിൽ ഭയങ്കര തണുപ്പ്. ഇതിപ്പോൾ എല്ലാം കൂടി പുരയിൽ പണ്ടൊരു AC വിറ്റാക്കിക്കുന്നു. കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടി വന്ന് അകത്തുനിന്ന് ഇങ്ങനെ ഓണാക്കി വിട്ട്. മുറ്റത്തുള്ളവർക്കെല്ലാം ഭയങ്കര തണുപ്പ്. മുറ്റത്ത് അതിൻ്റെ അപ്പുറത്ത് കണ്ടത്തിൽ മഞ്ഞളും എല്ലാം ഇട്ട് ഇങ്ങനെ കിടന്നിക്കുക. മഞ്ഞളും എല്ലാം എണീച്ചിരിക്കുന്നു ഈ തണുപ്പിൻ്റെ ഇതുകൊണ്ട്. ഇത് പിറ്റാക്കുമ്പോൾ കമ്പേഴ്സർ തിരിഞ്ഞാൽ പോയാ. അതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ പേര് തിരിഞ്ഞു വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇത് നോക്കി നോക്കാം നമുക്ക് ഉള്ളിൽ തണുക്കുന്നുണ്ടോ. ഹലോ, ഇനിയിപ്പോൾ എത്താൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തണുക്കുന്നുണ്ടോ നോക്കാം. അതാ എൻ്റെ പേര്. തണുത്ത് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായി എൻ്റെ അർത്ഥം. അയവ തണുത്ത് വരുന്നുണ്ട്. കണ്ട ഈ വരമോ ഒരു ആവി പിടിച്ചതിൻ്റെ തൊട്ട് കാണുന്നില്ല നിങ്ങൾ. ഇപ്പം പേന് വിറ്റാക്കിയതിൻ്റെ പവറായതാ. അതാ